സൂര്യബോസേ നിന്റെ എലിയോട് കൺഗ്രാറ്റ്സ് പറഞ്ഞേക്കണേ. സിറ്റിയിലെ ഫസ്റ്റ് ആനിമൽ ഹ്യൂമൻ മാരേജ് അല്ലേടാ നടക്കാൻ പോകുന്നത്. എലിയും ചിമ്പും കൂടെ കല്യാണമാണെന്ന് പറയുന്ന കേട്ട്. വാസുവണ്ണൻ ഇതൊക്കെ അറിഞ്ഞാലേ ചങ്ക് പൊട്ടിത്താവൂടാ. അല്ലേ എന്ത് പ്രശ്നം ഉള്ള കാര്യല്ലേ? ഇത് സിറ്റി മൊത്തം എന്താ കൺഗ്രാറ്റ്സ് ഇടുന്ന കണ്ടില്ലേ? ഇതാ വരുന്നു നിന്റെ അമ്മയല്ല നിന്റെ അപ്പ. ചിമ്പു അപ്പ കൊച്ചാപ്പ അവൻ സന്തോഷ പ്രകടനോടാ വെച്ച്. കുരങ്ങന്മാരിങ്ങനെയൊക്കെയല്ലോ സന്തോഷം വരുമ്പോ. അല്ല ലീന, സിറ്റി മൊത്തം പറയുന്ന ചിമ്പും എലിയും കൂടെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഇല്ല ഇതിപ്പോ സിറ്റി മൊത്തം കൺഗ്രാറ്റ്സ് ഇട്ട് തുടങ്ങി. അതാ എന്താ വേണം? കോൾ അടിച്ചല്ലോടാ ചിമ്പു. കല്യാണൊക്കെ ആയി. എടാ ഇത്രയും വലിയൊരു സംഭവം തന്നെ ചിമ്പു പറഞ്ഞോണ്ടാ പിടി പോയി കംപ്ലൈന്റ് കൊടുക്കട്ടെ. അതിനകത്ത് ഒരു സന്തോഷമുണ്ട്, മനസ്സിലായോ? നമ്മടെ മുന്നിൽ അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളു. ചിമ്മുന്റെ തരിപ്പ് നോക്കണേ. കിങ്ങിണി തരിക്കുന്നത് അവിടെ. ഇട്ടിച്ചനല്ലേ ഇങ്ങനെ ധരിക്കുന്നതാ. ഞാനതേ തരിക്കണത് എങ്ങനെയാന്ന് ഞാൻ ഇവിടെ കാണിച്ചു കൊടുത്തതാ. FPP ഇട്ടിട്ടേ പൗസ് ഇട്ട് ഇങ്ങനെ അരക്കി അവിടെ ഇങ്ങനെ ഇവിടെ ഇത് തരിക്കുന്നത്. ഐറ മാത്രം. ഐറ എന്താ ഐറ ഇങ്ങനെ മാറി നിക്കുന്നേ? ഐറ ഹലോ ഐറ, കം ഇത് കല്യാണത്തിന്റെ സെലിബ്രേഷനാ. സൂര്യബോസ് സെലിബ്രേഷൻ തുടങ്ങിയടാ. ഐറ കണ്ട സിറ്റിയില് പോടാ. അതാ നിന്റെ കൊച്ചച്ഛൻ തോടി നടക്കുന്നു. ചെല്ല് 2 പഴം കൊടുക്കോ ചെല്ല്. എന്തൊക്കെ പറഞ്ഞിട്ടാ? കൊച്ചു പയ്യന്റെ അവൻ എന്നെ ഐറ വേണ്ട. ചന്ദ്രബോസിന്റെ മോൻ തന്നെ സർപ്പട്ട. വില്ലു ഇവിടെ ഉണ്ടായിരുന്നു. എന്ത് പറ്റി? മുടിയുടെ കളറ്. എനിവേ കൺഗ്രാചുലേഷൻസ് എലി. സിറ്റിയിലെ ആദ്യത്തെ ഹ്യൂമൻ ആനിമൽ മാരേജ് നമ്മള് നടത്തി തരും. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമാണോ? പഴം മസ്റ്റാ, പുട്ടുണ്ടോന്ന് അറിയത്തില്ലല്ലേ? പഴം മസ്റ്റാ. അതെ, 4 കൂട്ടം പഴം വെച്ചൊരു പായസം. അല്ല ഞാൻ ആലോചിക്കുവായിരുന്നേ, നിങ്ങൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാ പിന്നെ അതല്ലേ നടക്കത്തുള്ളു. കേറി വരുമ്പോഴേ ബനാന ഷേക്ക് ഡ്രിങ്ക്, വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ബനാന ഷേക്ക്. അല്ല എന്നിട്ട് തിരക്കി കിടന്നിട്ട് എവിടെ ഇതൊക്കെ നാട്ടുകാരുടെ പെമ്പിള്ളാർ നിൽക്കുമ്പോഴാണ് ഇത്തിരി ഇതൊക്കെ പറയുന്നത്. അത് ആരുടെയും ഗേൾഫ്രണ്ട് അല്ല, ആരുടെ വേണേലും ആവാലോ. ബാലന്റെ ആവാം, ഒരു പക്ഷെ എന്റെ ആവാം. എലിയേ ഇന്നേ വരെ ഞാൻ മറ്റേ താരപനേശം ഒരു പെണ്ണിന്റെ പറയാൻ പോയിട്ടില്ല. ഞാൻ പോയത് എന്തിനാന്നറിയോ? എലിക്ക് വേണ്ടി. എലി എന്നോട് പറഞ്ഞ സിറ്റിയിൽ ഒരു കൊച്ചിനെ സെറ്റാക്കി കല്യാണം കഴിഞ്ഞ് 10 പിള്ളേരുണ്ടാക്കി കൊടുക്കണം. അതൊറ്റ മിഷൻ കാരണമാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങത്തോലും ഇല്ല. എലി
എന്നിട്ട് എലി കണ്ടാ മറ്റേ കൊരങ്ങന്മാരുടെ പുറകെ പോയി കഴിഞ്ഞാ ആ ഹസ്ബൻഡ് ചെല്ല് ബേബിയോ അതെ എനിക്കൊരാളെ വാസുണ്ണൻ അല്ല വേറെ ബേബി ആരാ വേറൊരു ബേബി ഉണ്ട് എനിക്ക്. അത് നമ്മളറിഞ്ഞില്ല അത് തന്നെടാ ചിമ്പ് തന്നെ ഇപ്പം ഈ കാട്ടുകുരങ്ങനൊന്നുമല്ല. പടാ, പടാ, പടാ. ബേബി ഇത് ചിമ്പു എന്ന് പറഞ്ഞു നടക്കാൻ പറ്റത്തില്ലല്ലോ ബേബി തന്നെ ഒരു ബേബി, എന്റെ ബേബി മനുഷ്യനാണേ. മനുഷ്യനാണ്. കാട്ടിന്ന് വന്ന കാട്ടുകുരങ്ങൊന്നും അല്ല. ചിമ്പുന് നല്ല നാണം ഉണ്ടായിരുന്നു നേരത്തെ നമ്മള് അതെ സംസാരിച്ചപ്പോ. ഞാനൊരു കാര്യം പറഞ്ഞെ ഞാൻ ഇപ്പൊ എലീനെ കളിയാക്കിയില്ലേ ഇപ്പൊ എനിക്ക് ഒരുമാതിരി എന്ത് അതൊന്നും അല്ല ആ കാട്ടുകുരങ്ങൊന്നും അല്ലല്ലോ എന്നല്ലേ പറഞ്ഞു. പക്ഷെ ചിമ്പുവിനെ കളിയാക്കിപ്പോണ്ടല്ലോ അവന് നാണം വന്ന് അവന് അവൻ കാലി വെച്ച് അവിടെ ഇരുന്ന് അത്തപ്പൂള് വലിച്ചെന്ന് ചിമ്പുവേ വരുന്ന നോക്ക്. ശരി പക്ഷെ ആ വിളിയിൽ തന്നെ ഓടി എത്തി നോക്ക്. നാണം കണ്ടോ എന്റെ പരനാറി നീ മുമ്പേ കളം വരച്ചോടെ ഇവിടെ നിന്ന്. പിന്നെ കളം നീ ഇവൻ എന്റെ കാമുകനാന്ന് നീ കളം വരച്ചോടെ ഇവിടെ നിന്ന്. അവനൊരു നാണമൊക്കെ ഉണ്ടായിരുന്നു. ആരാണ് ഞാൻ നിന്റെ ഈറ്റാച്ചി നോക്കിയപ്പോ ഇവന് ഒരു ഒടുക്കത്താട്ടവും ശ്ശോ, ഏറ്റവും അത് ഓർമ്മിപ്പിക്കല്ലേ. അയ്യോ അതായിരുന്നു മീൻ. അത് പറഞ്ഞപ്പോഴേക്കും ഒറ്റ ഓട്ടം ഓടിയാണ്. വാസ്കോ പട്ടിയെ കണ്ടു കഴിഞ്ഞാണല്ലോ പന്ന ലോറി. ചിമ്പു ഇതെന്താണല്ലേ വാസ് അവനോട് ആര് എനിക്ക് പെണ്ണയില്ലല്ലോ ഇനി അങ്ങനെ പറഞ്ഞ് സെറ്റ് ആവുകയാണെങ്കിൽ അത് വലിയ കാര്യം. കഴിവുള്ള നിനക്ക് പെണ്ണയില്ലടാ അത് മതിയടാ എനിക്ക് അത് മതി നിനക്ക് കിട്ടിയില്ലടാ കുട്ടാ ആഘോഷിക്ക് ചെമ്പ് എങ്കിലും എങ്ങനെ എന്റെ പൊട്ടാ ഇത് വാസുവണ്ണൻ പോലും ബ്രേക്കപ്പ് ആയതാ അവിടെ ചിമ്പു സ്കോർ ചെയ്തു. ഓ അല്ല ഞാൻ പറഞ്ഞ സൂര്യക്കും ചിമ്പുവിനും ഒരേ ഹൈറ്റ് ആണല്ലോ. നിങ്ങൾ 2 സെക്കൻഡ് മിണ്ടാണ്ടിരിക്കും. ചിമ്പു ഞാൻ ആരാണ് നിന്റെ ഓ ലവ്ലി തന്നെ അങ്ങനത്തെ ബോണ്ടിങ് ആണല്ലേ. എന്തൊരു സ്നേഹമാടാ പെറ്റത് സ്നേഹം കൊണ്ടല്ലടാ എന്റെ പെറ്റെന്ന്. ഇനി ഇവനെ പെറ്റതാന്നാണോ പറഞ്ഞത്? സൂര്യബോസ് കലിപ്പാവുന്നുണ്ടല്ലോ. ഒരു പഴം കെട്ടി കൊടുക്കണം എന്റെ വയല്. പരമൊന്നുമല്ല നീ പറഞ്ഞ മറ്റേ കിങ്ങിനെ പിടിച്ചെന്ന് കട്ടി കിടന്നാ മതി. അവന്റെക്ക് താളം അപ്പൊ തന്നെ വാതറക്കുമ്പോ തന്നെ പിടിച്ചങ്ങ് ആട്ടി കൊടുക്കണം. ചിമ്പു കിങ്ങനെയാണത് അല്ലല്ലേ? റോബസ്റ്റ് അത് റോബസ്റ്റ് എന്തൊക്കെയാടാ പറഞ്ഞിട്ട്